രോഹിതേട്ടാ, കോൺഗ്രസ് ഇത് എന്ത് ഭാവിച്ചാണ്? അതായത് ഒരു അടിമുടി മാറ്റത്തിനുള്ള ശ്രമമാണ്. ഇപ്പൊ എന്നൊക്കെ നമ്മളറിയാം, ഈ CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനി നിർബന്ധിതമായി എടുത്തിരിക്കണം എന്നൊരു പാർട്ടിക്കാരനോട് പറഞ്ഞിരുന്നു. അത് അവരെടുക്കുകയും ചെയ്യും. ഇപ്പൊ അതൊരു വർഷത്തെ സ്കീമൊക്കെ ആക്കി മാറ്റി. അങ്ങനെ പല പത്രങ്ങൾ, ഇപ്പം SNDP പത്രമായ കേരള കൗമുദി അത്തരത്തിൽ സ്കീമാക്കി. അപ്പൊ വീക്ഷണം പത്രം എടുത്തില്ലെങ്കിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് കൈപ്പത്തി ചിഹ്നം ഇല്ല എന്നൊരു നിലയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ പോലും വീക്ഷണം പത്രത്തിന്റെ വരിക്കാരനായിരിക്കണം എന്നൊരു നിയമം ആ പാർട്ടിയിൽ കൊണ്ടുവരുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും. കാരണം ഈ സൈബർ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഡിജിറ്റൽ മീഡിയാസ് എല്ലാം ഡിജിറ്റൽ ആയിരിക്കുന്ന കാലഘട്ടം, കോൺഗ്രസിനെ ആക്രമിക്കാൻ വേണ്ടി പല്ലും നഖവുമായി കാത്തിരിക്കുന്ന ഒട്ടനവധി മാധ്യമങ്ങൾ, കൈരളി മാത്രമല്ല മറ്റു പല മാധ്യമങ്ങളും, കൈരളിയേക്കാൾ കൂടുതൽ പല മാധ്യമങ്ങളും നിൽക്കുമ്പോൾ ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങളും മെച്ചപ്പെടുത്തുക എന്നത് ഇന്നത്തെ കോൺഗ്രസിന്റെ ആശയങ്ങൾ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ ഏറെ പ്രയോജനകരമാകുന്ന. അല്ല, ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഒരു ഘട്ടം വരെ CPM-ന്റെ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഈ 500 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ മുഖ്യധാര പല കൂടിയ മാപ്രകൾക്കും മാധ്യമപ്രവർത്തകർക്കും ആർക്കും തന്നെ ആ വിവരം കിട്ടിയില്ല. പക്ഷെ അതിനെ സോഷ്യൽ മീഡിയ, ഈ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ സൈബർ സഖാക്കൾ കൈകാര്യം ചെയ്തൊരു വിധിയുണ്ട്. അത് അപ് ടു ഡേറ്റ് ആയിട്ട് ഫോണ്ട് വരെ ഒരു ഘട്ടം വരെ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ വലിയ ശക്തി ആർജിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിൽ ഒരു സംയോജിതമായ സംവിധാനം ഇല്ലായിരുന്നു. നമുക്കറിയാം, BJP അവരുടെ ഒരു ഡിജിറ്റൽ മീഡിയാസിൽ വലിയ രീതിയിൽ ഏജൻസിയും അല്ലാതെയും ഒക്കെ വെച്ച് വലിയ രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. CPM-ന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ സംവിധാനങ്ങൾ സരിനും നികേഷ് കുമാറും അടക്കമുള്ള പ്രമുഖരായ ആളുകളെ വെച്ച് കൈകാര്യം ചെയ്തു. അതായത് UDF-ന്റെ കാര്യത്തിലേക്ക് എടുത്താൽ UDF-ലെ നേതാക്കന്മാർക്ക് PR സംവിധാനം, VD സതീശന് ഒരു സംവിധാനം ഉണ്ടാകാം, രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സംവിധാനം ഉണ്ടാകാം, ഇപ്പോഴത്തെ KC വേണുഗോപാലിന് ഒരു സംവിധാനം ഉണ്ടാകാം, ശശി തരൂരിന് ഒരു സംവിധാനം ഉണ്ടാകും. പക്ഷെ പൊതുവിൽ ഈ കോൺഗ്രസിനെ കറകളഞ്ഞ് ജീവിക്കുന്ന, സ്നേഹിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് വികാരം കൊള്ളുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല. ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തോട് മമതയുള്ള ചില മാധ്യമ പ്രവർത്തകർ ചെയ്യുന്ന കണ്ടന്റുകളെ പോലും പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്തോണ്ടൊരു പ്രയോജനമില്ലെന്നേ. അവർക്ക് ഫാൻസ് ഉണ്ട്. എങ്ങനെയാണ്? നേതാക്കന്മാർക്ക് ഫാൻസ്. പാർട്ടിയുടെ ഒരു ഫാൻസിനെ ഓൺലൈനിൽ ഡിജിറ്റൽ മീഡിയയിൽ വളർത്തിയെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. പാർട്ടിയെ പറ്റി പറയുന്ന റീലുകൾ കാണാനില്ല. അല്ല, ഇതിലെ ഏക വഴി എന്ന് പറയുന്നത്, ഏക വഴിയല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് ജയ്ഹിന്ദ് പോലൊരു ചാനൽ കയ്യിലിരിക്കുകയാണ്. ജയ്ഹിന്ദ് പോലൊരു ചാനലും വീക്ഷണം പോലൊരു പത്രവും കയ്യിലിരിക്കുന്നു. വീക്ഷണത്തിന്റെ ഡിജിറ്റൽ മീഡിയ ഉണ്ട്, ജയ്ഹിന്ദിന്റെ ഡിജിറ്റൽ മീഡിയ ഉണ്ട്. അപ്പൊ ജയ്ഹിന്ദ് ഒരു മാറ്റത്തിന്റെ പാതയിലേക്കാണ്. ശേഷം പുതിയൊരു മാനേജിംഗ് ഡയറക്ടർ വരുന്നു, അവിടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു, എല്ലാം ഡിജിറ്റൽ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വരുന്നുണ്ട്. അത് വരട്ടെ, നമുക്ക് നോക്കാം. ഒരു സമയത്ത് ജയ്ഹിന്ദ് എന്ന് പറയുന്ന ഒരു ചാനലിന് വേണ്ടി വലിയ ഫണ്ടിങ് ഒക്കെ നടന്നിട്ടുണ്ട്, വലിയ പിരിവൊക്കെ നടന്നിട്ടുണ്ട്. ഈ പിരിവൊക്കെ എങ്ങോട്ടാണ് പോയത് എന്ന കാര്യത്തിലാണ് പലർക്കും സംശയമുള്ളത്. ഇവിടെ വീക്ഷണം പത്രം പാർട്ടിയുടെ മുഖപത്രമാണ്. ഈ വീക്ഷണ പത്രം വീട്ടിൽ വരുത്താത്ത കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് കോൺഗ്രസ്സുകാരനാവുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഒരു സംവിധാനം ഉണ്ടാകണ്ടേ? ഇന്നും പത്രങ്ങളെ ആശ്രയിക്കുന്ന എത്രയോ പേരുണ്ടെന്നേ. അപ്പോ അവിടെയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് സ്വന്തമായി പത്രത്തിന്റെ വരിക്കാരനല്ലെങ്കിൽ നിനക്ക് കൈപ്പത്തി ചിഹ്നം തരാൻ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തും. അത് മികച്ച തീരുമാനമാണ്. ഡിജിറ്റൽ മീഡിയ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ എന്ത് വേണം? ഉപയോഗിക്കണം. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം. ഞാനൊരു സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു യൂട്യൂബറാണ്. യൂട്യൂബില് സജീവമായി എല്ലാ ടൈപ്പ് ഓഫ് കണ്ടന്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ നാട്ടില് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു വാർഡ്, മയിലാടുംപാറ എന്ന് പറയുന്നൊരു ജനറൽ സീറ്റാണ്. ഇത്തവണ സംഭവിച്ച എന്താ? ഈ വനിതാ സംവരണം വന്നതോടുകൂടി പല പുരുഷന്മാരും മത്സരിക്കാനിരുന്ന സീറ്റുകളിലൊക്കെ വനിതയായി പോയി, സംവരണമായി പോയി, ആകെ പ്രശ്നത്തിലായി. അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്തിനൊപ്പം ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ഓഫീസറിൽ ചെന്നു. അപ്പൊ ജീവനക്കാരിൽ 95% വനിതാ ജീവനക്കാരാണ്. കുറ്റം പറയല്ല, അവര് PSC എഴുതി, ടെസ്റ്റ് എഴുതി കഷ്ടപ്പെട്ട് വരുന്നവരാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ 50% വനിതാ സംവരണത്തിൽ കൂടി പോകുന്നത്. ഇന്ന് ജനറൽ സീറ്റിലും വനിതകൾ തന്നെ മത്സരിക്കുന്ന ഒരു പ്രതീതി പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഒരു തവണയൊക്കെ ഒന്ന് ജയിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവമാണ്, ഇനി മാറിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അവിടെ തന്നെ പിടിച്ചു തൂങ്ങുന്ന കുറച്ചാളുകൾ. അവർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നുകിൽ അവർ പാർട്ടി മാറും, ഇല്ലെങ്കിൽ അവർ സ്വതന്ത്രമാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാനില്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം. ഇതാണ് പലരുടെയും ചിന്താഗതി. അപ്പോ സ്വാഭാവികമായിട്ട് എന്റെ വാർഡൊക്കെ സംവരണ വാർഡായി മാറി. അപ്പൊ ഈ മയിലാടുംപാറ എന്ന് പറയുന്ന ഒരു 4ാം വാർഡ്, ഈ 4ാം വാർഡില് RSPക്കായിരുന്നു സീറ്റ്. അത് ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക അവിടെ ഒരു വനിതാ സംവരണം വന്നപ്പോൾ RSPക്ക് ആ പഞ്ചായത്തിൽ സീറ്റേ ഇല്ലാത്തൊരു പഞ്ചായത്താണ്. കേരള കോൺഗ്രസ് M-ന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു, അത് M വിട്ടുപോയതോടുകൂടി ആ സീറ്റ് ഇല്ലാതായി. അപ്പൊ അവിടെ വനിതാ സംവരണമാണ്. ഇവിടെ അവിടുത്തെ ആശാപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് പാർട്ടി ഒരു തീരുമാനമെത്തി 5 വർഷത്തേക്ക് RSPക്ക് ആ സീറ്റ് വെച്ചു മാറാനല്ല, കൊടുക്കാൻ തീരുമാനം. കാരണം ആശാവർക്കർ മത്സരിക്കട്ടെ എന്ന നിലയിൽ എഗ്രിമെന്റ് എഴുതിയിട്ടാണ് ഈ സീറ്റ് കൊടുക്കുന്നത്. ഈ 5 വർഷങ്ങൾക്ക് ശേഷം ആ വാർഡ് ജനറൽ ആയപ്പോൾ പാർട്ടി ആവശ്യപ്പെട്ടു
ഇനി RSPയുടെ സ്ഥാനാർത്ഥി മത്സരിക്കേണ്ടതില്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കും. ചില ജനറൽ സീറ്റാണ്. കോൺഗ്രസ് ഒരുപാട് പ്രവർത്തകർ ഉള്ള ഒരു നാടാണ്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകരോട് മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് എത്തും. ഈ തീരുമാനത്തെ ചെവിക്കൊള്ളാതെ ഈ RSPയുടെ സിറ്റിംഗ് മെമ്പർ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചു. അതിലേക്കായിരുന്നു ഈ മീഡിയയുമായി ബന്ധപ്പെട്ട് എനിക്കത് പറയാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരുടെ ചുവരെഴുത്ത് നടത്തി പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി, വീടുകൾ ഇതുവരെ വോട്ട് അഭ്യർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ മണ്ഡലം കമ്മിറ്റിയുടെയും ബ്ലോക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ പലതവണ ഇത് പറഞ്ഞു, UDFന്റെ പലതവണ പറഞ്ഞു ഇത് പാടില്ല എന്ന് പറഞ്ഞു. DCCയിൽ ചർച്ചയായി. അവസാനം DCCയിൽ ചർച്ചയായപ്പോൾ സ്വാഭാവികമായിട്ട് RSPയുടെ സീറ്റ് ആയതുകൊണ്ട് അവർ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അവിടെയാണ് എഗ്രിമെന്റ് കാണിച്ചപ്പോൾ RSP നേതൃത്വം അതിന് അംഗീകരിക്കണം, കോൺഗ്രസിന് തിരിച്ചു കൊടുക്കണം. കാരണം ജനറൽ സീറ്റിലൊരു പുരുഷന് അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്തോ ആയിക്കൊള്ളട്ടെ ഒരാൾക്ക് മത്സരിക്കാൻ കിട്ടുന്ന ഒരു പലപ്പോഴും കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ വേറെ സ്ഥാനാർത്ഥികൾ അവിടെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് സ്ഥാനാർത്ഥി കോൺഗ്രസിനാണെന്ന് അറിഞ്ഞിട്ട് എന്റെ തന്നെ ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർ, സ്നേഹമുള്ളവർ, അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. കാരണം കഴിഞ്ഞ തവണ ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് മയിലാടും പാറയിൽ വലിയ സ്വീകാര്യത കിട്ടിയ ഒരു വാർഡാണ്. അപ്പോൾ അവിടെ വലിയ ബ്ലോക്ക് പഞ്ചായത്തിലേക്കൊക്കെ വലിയ ടൈറ്റ് മത്സരം നടക്കുമ്പോൾ മാന്യമായ ഒരു വോട്ട് ഷെയറിലേക്ക്, അതായത് ഈ എന്താ നൂലുടെ വ്യത്യാസം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ടൈറ്റ് മത്സരം നടത്തിയ ഒരു സ്ഥലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടോ അതുകൊണ്ടായിരിക്കാം എന്റെ ഒരു സുഹൃത്ത് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്, രോഹിത് എസിനെ UDF സ്ഥാനാർത്ഥിയിൽ വിജയിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ തുടക്കത്തിൽ എന്നോട് പാർട്ടി ചോദിച്ചതാണ് മത്സരിക്കാൻ താല്പര്യമുണ്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സമയക്കുറവുണ്ട്, കാരണം നമ്മുടേതായ ബിസിനസ്സും മാധ്യമ പ്രവർത്തനവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്, മത്സരിക്കാനുള്ള താല്പര്യം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാര്യം നമുക്കതിനുള്ള സമയമില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ മുൻ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർക്ക് മത്സരിക്കാൻ സീറ്റില്ലാതെ, യുവാക്കൾക്കടക്കം മത്സരിക്കാൻ സീറ്റില്ലാതെ മാറി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? അപ്പൊ എന്റെ പോസ്റ്റർ വന്നതോടുകൂടി ഇത് വലിയ ചർച്ചയാകും. UDFിന് എങ്ങനെയാണ് 2 സ്ഥാനാർത്ഥികൾ? ആദ്യം കൗമുദി പത്രത്തിലൊരു വാർത്ത, മയിലാടും പാറയിൽ 2 സ്ഥാനാർത്ഥികൾ. ഈ കൗമുദി പത്രത്തിൽ നമ്മുടെ അവിടെ വലിയ പ്രചരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതാരും ശ്രദ്ധിക്കാതെ പോയി. തൊട്ടു പിന്നാലെ പിറ്റേ ദിവസം മാതൃഭൂമിയിൽ ഒരു 3ഓളം വാർത്ത വിത്ത് കളർ ഫോട്ടോ. അതെ, നല്ല ഫോട്ടോ ആയിരുന്നു. അതെ, മനോഹരമായ ഒരു ഫോട്ടോ കൊടുത്തു. അവർക്ക് എന്നെ രാവിലെ മുതൽ എനിക്ക് വിളി. ഞാൻ അവസാനം ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് വണ്ടി എടുത്ത് നാട്ടിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഇതിനെ വേണമെങ്കിൽ എനിക്ക് എന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി എന്റെ സുഹൃത്തുക്കളായ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു കൂട്ടി ഇതിങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കും. അപ്പൊ എന്നെ ഇന്നലെ വൈകിട്ട് എന്റെ ഒരു നാട്ടിലെ മാധ്യമ പ്രവർത്തകർ, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ വിളിച്ചു ചോദിച്ചത്, നമുക്ക് ഇതിനകത്ത് ഒരു വലിയ സംഭവം ഉണ്ട്. എന്താണ് ഈ എല്ലാവരും ഈ സീറ്റിന് വേണ്ടി പാർട്ടി മാറാനും സീറ്റിന് വേണ്ടി ആത്മഹത്യ ചെയ്യാനും ഒക്കെ നിൽക്കുന്ന കാലത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടും ആ സ്ഥാനാർത്ഥിത്വത്തിൽ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരാൾ എന്ന തരത്തിൽ നമുക്ക് വാർത്ത ഫ്രെയിം ചെയ്യാം. നമുക്ക് വാർത്തകൾ ഉണ്ടാകപ്പെടുന്ന അവിടെയാണ്. അപ്പൊ ഇതെന്തിനാണ്? ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് അവിടെ ഇടപെട്ട് ഈ കൈപ്പത്തി ചിഹ്നത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാകാതിരിക്കാൻ അവിടുത്തെ ഒരു പാൻ ഇന്ത്യൻ കള്ളനായ ഈ RSP സ്ഥാനാർത്ഥിയെ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭൂലോക ഫ്രോഡ് ഉണ്ട്. അവന്റെ ബുദ്ധിയിൽ തെളിഞ്ഞ ഞാൻ ഇന്നലെ വായിച്ച വാർത്തയിൽ ചേട്ടൻ വോട്ടുകൾ കയറി അഭ്യർത്ഥിക്കുകയും ചുവരെഴുതുകയും അവിടെയാണ് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ ഷെയർ ചെയ്തു. കോൺഗ്രസിന്റെ DCCയുമായി ബന്ധപ്പെട്ടു അല്ലാതെയൊക്കെപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് നേതാക്കന്മാർ വിളിച്ചു, രോഹിത് മത്സരിക്കാൻ വേണ്ടിയാണോ, മത്സരിക്കാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ രോഹിതിന് വേണ്ടി സീറ്റ് നമുക്ക് മാറ്റാം. നമ്മുടെ ഇല്ല, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, കാരണം എന്നേക്കാൾ അവിടെ അർഹതയായിട്ടുള്ള ആളുകൾ അവിടെ സജീവ രാഷ്ട്രീയം. കഴിഞ്ഞ 5 വർഷം മുമ്പാണെങ്കിലും ഒക്കെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരൊക്കെ സീറ്റില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മത്സര രംഗത്തേക്ക് വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞിടക്കുന്ന ഒരു സീറ്റ് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല. രോഹിത് മത്സരിക്കേണ്ടത് പാർട്ടി പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ അംഗീകരിക്കും. അല്ലാതെ എത്രയും പേര് പുറത്ത് നിൽക്കുമ്പോൾ അവിടെ പോയി കടിച്ചു പിടിച്ച സീറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഒരു വാർത്തയെ പോലും സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ കൗണ്ടർ ചെയ്യണം. ഇടദോഷമൊന്നും അല്ല കേട്ടോ, ഇടദോഷമോ BJP ഒന്നും അല്ല. ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്ന ചില മുതലാളി പത്രങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് വാർത്ത എടുത്തത്. അല്ല, അവിടെയല്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭൂലോക ഫ്രോഡ് ആയിട്ടുള്ള ഒരുത്തൻ, അവൻ പൈസ കൊടുത്തിട്ട് ആ റിപ്പോർട്ടറെ കൊണ്ട് ഒരു കള്ള വാർത്ത എഴുതിപ്പിച്ചാണ് ഈ പത്രം. അത് മാതൃഭൂമി പോലെ പത്രം പെയ്ഡ് ന്യൂസ് ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഞാനോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരോ ഈ ആ വാർഡിലെ വാർഡ് മെമ്പറങ്ങാണോ ആയിപ്പോയാൽ അവന്റെ പല കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അവന്റെ കുൽസിത പ്രവൃത്തികൾക്കൊക്കെ തടയിട്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ കുറച്ചു പേരാണ്. അപ്പൊ ഞാൻ പറയുന്നത്, മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചെറിയ വാർഡിൽ പോലും ഇത്രയും വലിയൊരു ചർച്ചാ വിഷയം ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ പാലക്കാടൻ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ്, സോഷ്യൽ മീഡിയ പേജ്, അവരെന്റെ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു. പാലക്കാടുള്ള ഏതോ ഒരു കോൺഗ്രസിന്റെ
പേജ് എന്റെ വാർത്ത ഷെയർ ചെയ്ത് എവിടെ പോയി? അതെ അതായത് 16 വാർഡുകളിലുള്ള കൊല്ലത്തെ ഒരു ചെറിയ പഞ്ചായത്തായ മേലില പഞ്ചായത്തിലെ വയലാടുംപാറ എന്ന് പറയുന്ന ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച വാർത്തയാണ്. അപ്പൊ ഇവിടെയാണ് ഡിജിറ്റൽ മീഡിയകൾ വൃത്തിയായി ഉപയോഗിക്കേണ്ട ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട രീതിയിൽ കോൺഗ്രസ് ശ്രദ്ധിക്കുന്ന ഒരു വിഷയം. ഇപ്പം പാലക്കാടൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏതോ ഒരു അഡ്മിനുള്ള ഒരു പേജാണ്. ഇതേ സമയം ഇതേ തരത്തിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു. തിരുവനന്തപുരം DCC അധ്യക്ഷൻ N. ശക്തൻ രാജിവെച്ചു. പുള്ളി അറിഞ്ഞിട്ടില്ല, DCC അറിഞ്ഞിട്ടില്ല, KPCC അറിഞ്ഞിട്ടില്ല. ഇതിനെയൊക്കെ കൃത്യമായി ചുട്ട മറുപടി കൊടുക്കാനുള്ള സംവിധാനം കോൺഗ്രസിന് അല്ലെങ്കിൽ UDF ഉണ്ടാകണം. അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കാനാണ് നേതാക്കന്മാർ ശ്രദ്ധിക്കുന്നത്. നമ്മൾ പല നേതാക്കന്മാരെ കാണുമ്പോൾ ചോദിക്കും, ഈ വീക്ഷണം, ഈ ജയ്ഹിന്ദ്, ഇതിന്റെയൊക്കെ അവസ്ഥ ഭയങ്കര മോശം, ആര് ചോദിക്കാൻ, ആര് പറയാൻ എന്നാണ് പല നേതാക്കന്മാരുടെയും മറുപടി എന്ന് പറയുന്നത്. അതിനാണ് ഒരു മാറ്റം ഉണ്ടാകേണ്ടത്.